ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 16 മുതൽ 20 വരെ ആയത്തുകൾ. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. സന്മാർഗം നൽകി ദുർമാർഗം വാങ്ങിയവരാണവർ. അവരുടെ കച്ചവടം ലാഭകരമായില്ല. അവർ ശരിയായ വഴിയിലാവുകയും ചെയ്തില്ല. ഉലൈക അവിടെ 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായി നീട്ടേണ്ട മദ്ദു മുത്തസിൽ വാജിബാണ്. അങ്ങനെ നീട്ടിക്കൊണ്ട് ഓതാം. ഉലൈക الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا മുഹ്തദീൻ. മറ്റ് ഭാഗത്തൊന്നും നീട്ടാനോ മണിക്കാനോ ഒന്നുമില്ല. തിജാറത്തുഹും വമ എന്ന് പറയുന്നിടത്തുള്ള ഹും എന്നുള്ളത് ഇൽഹാർ ചെയ്ത് ഓതാൻ ശ്രദ്ധിക്കുക. അവസാന ഭാഗത്ത് നീട്ടി നിർത്തേണ്ടത് ശ്രദ്ധിക്കുക. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അവരുടെ ഉപമ തീ കത്തിച്ചയാളുടെ ഉപമയെപ്പോലെയാണ്. അയാൾക്ക് ചുറ്റും അത് പ്രകാശിതമായപ്പോൾ അള്ളാഹു അവരുടെ വെളിച്ചത്തെ എടുത്തുമാറ്റി. ഒന്നും കാണാനാവാത്തവരായി ഇരുളുകളിൽ അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. مثلهم كمثل الذي استوقد نارا فلما نارا തൻവീനു ശേഷം ഫാ വന്നതുകൊണ്ട് നാറൻ എന്ന തൻവീനിനെ മറച്ച് പിടിച്ച് മണിക്കുന്നു. ഫലം എന്ന് ഗുന്നത്ത് മണിച്ചുകൊണ്ട് മീമിന് ഷദ്ദുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഓതുന്നത്. ഫലം എന്ന് നീട്ടുന്നുണ്ട്. മുൻഫസിലാണ്, നിർബന്ധമല്ല, അനുവദനീയമാണ്. ഫലം അദാഅത്ത് എന്ന ഒറ്റ പദത്തിൽ തന്നെയാണ് വന്നത് എന്നതുകൊണ്ട് അത് മുത്തസിലാണ്, നീട്ടൽ നിർബന്ധമാണ്. മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ദുലുമാതിൻ ലാ യുബ്സിറൂൻ. ദുലുമാത്തിൻ ല എന്നത് ദുലുമാത്തില്ല എന്ന് കൂട്ടി ലയിപ്പിച്ചുകൊണ്ടാണ് ഓതുന്നത്, മണിക്കുന്നില്ല. യുബ്സിറൂൻ യുബ് എന്ന് കൽക്കല ചെയ്തുകൊണ്ട് ബ് യുബ്സിറൂൻ എന്നല്ല യുബ് എന്ന് മുഴക്കിക്കൊണ്ടാണ് ഓതുന്നത്. സമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. ബധിരരും ഊമകളും അന്ധരുമാണവർ, അതിനാൽ അവർ തിരിച്ചു വരികയില്ല. സമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. സമ്മുൻ ബുക്ക് അങ്ങനെ സുമ്മുൻ എന്നുള്ള തൻവീനിനെ സുമ്മും എന്ന് മീമാക്കി മാറ്റിമറിച്ച് ഇഖ്ലാബ് ചെയ്തിട്ടാണ് ഓതുന്നത്, എന്നിട്ട് മണിക്കുന്നുണ്ട്. സുമ്മുൻ ബുക്മുൻ ഉമ്യു ബുക്മുൻ ഉമ്യുൻ അവിടെ വളരെ വ്യക്തമായിട്ടാണ് ബുക്മുൻ എന്ന് കേൾക്കണം. ഉമ്യു ഫഹും അവിടെയാണെങ്കിൽ മറച്ച് പിടിച്ച് മണിച്ചുകൊണ്ടാണ് ഉമ്യുൻ എന്ന് കേൾക്കാതെ ഉമ്യു ഫഹും എന്നാണ് ഓതുന്നത്. ഫഹും ലാ യർജിഊൻ. സമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت
والله محيط بالكافرين. അല്ലെങ്കിൽ ആകാശത്തു നിന്നുള്ള പേമാരിയെപ്പോലെ അതിൽ ഇരുളുകളും ഇടിയും മിന്നലുമുണ്ട്. ഇടിഗർജനത്താൽ മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുകുന്നു. അവിശ്വാസികളെ വലയം ചെയ്യുന്നവനുമാണ് അല്ലാഹു. أو كصيب من السماء ഔ കസയ്യിബിൻ എന്നുള്ളത് സയ്യിബിൻ എന്നുള്ള തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചു കൊണ്ടോതുന്നു. സമാ എന്നത് 4 5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടി നിർബന്ധമായും മദ് ചെയ്തുകൊണ്ട് ഓതുക. ളുലുമാത്തുൻ വ എന്നത് വാവുലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചു കൊണ്ടോതുന്നു. അതുപോലെ തന്നെ സെയിം നിയമമാണ് വറഅദു എന്നും അതുപോലെ തന്നെയാണ്. വറഅദു വബർഖുൻ യജഅലൂന അതേ നിയമമാണ് തൻവീനിനെ യായിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. അസാബിഅഹും ഫീ ആദാനിഹിം 2 വ്യത്യസ്ത പദങ്ങളിലായതുകൊണ്ട് നീട്ടൽ അനുവദനീയമാണ്. 4 5 ഹർക്കത്തിൻ്റെ അളവിൽ. ആദാനിഹിം മിന സുക്കൂനുള്ള മീമിനെ മറ്റൊരു മീമിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. ആദാനിഹിം മിനസ്സവാഇഖി ഹദറൽ മൗത്ത്. ത എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ ചെറിയൊരു കാറ്റ്, ചെറുത്. മൗത്ത് അധികമായി മൗത്ത് എന്ന് ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. മുഹീത്തുൻ ബി എന്നത് തൻവീനിനെ ബായിലേക്ക് ചേർക്കുമ്പോൾ തൻവീനിന് പകരം അവിടെ നൂനിൻ്റെ ശബ്ദത്തിന് പകരം മീമാവുന്നു, ഇഖ്ലാബാവുന്നു. ഇത്രയും നിയമങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മിന്നൽ പിണർ അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അത് അവർക്കായി പ്രകാശിക്കുമ്പോഴെല്ലാം അവരതിൽ നടന്നു പോകും. അത് അവർക്ക് മേൽ ഇരുളുമ്പോഴെല്ലാം അവർ നിന്നു പോവുകയും ചെയ്യും. അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചകളും എടുത്തു കളയുക തന്നെ ചെയ്യുമായിരുന്നു. കാര്യങ്ങൾക്കെല്ലാം കഴിവുള്ളവനാണ് അള്ളാഹു, തീർച്ച. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. അബ് എന്നത് മുഴക്കിക്കൊണ്ട് കൽക്കല ചെയ്തു ഓതാം. കുല്ലമാ അദാ 2 വ്യത്യസ്ത പദങ്ങളാണെങ്കിലും മദ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് ഓതാം 4 5 ഹർക്കത്തിൻ്റെ അളവിൽ. അത് ഒറ്റ പദത്തിലായതുകൊണ്ട് മുത്തസിലാണ്, നിർബന്ധമായും നീട്ടുക. ലഹും മശൗ അവിടെ മീമിനെ മറ്റൊരു മീമിലേക്ക് കൂട്ടി ചേർത്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതുക. വഇദാ അദ്ലമ അവിടെയും മദ് മുൻഫസിലാണ്, വേണമെങ്കിൽ നീട്ടാം. വലൗ ശാഅ അല്ലാഹു അത് നിർബന്ധമായും നീട്ടേണ്ട ഭാഗമാണ്. വ അബ്സാരിഹിം അവിടെ അബ് എന്ന് മുഴക്കിക്കൊണ്ടാണ് ഓതേണ്ടത്. ഇന്നല്ലാഹ ഇന്ന മണിച്ചുകൊണ്ട് ഗുന്ന ചെയ്ത് ഓതുക. അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഷൈഇ എന്നത് ഷൈഇൻ എന്ന തൻവീനിന് ശേഷം ഖാഫ് വന്നതുകൊണ്ട് അത് ഇഖ്ഫാഇൻ്റെ മറച്ച് മണിച്ച് ഓതേണ്ട അക്ഷരങ്ങളാണ്. ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഈ ആയത്ത് ഓതാൻ. സന്മാർഗം നൽകി ദുർമാർഗം വാങ്ങിയവരാണവർ.
അവരുടെ കച്ചവടം ലാഭകരമായില്ല. അവർ ശരിയായ വഴിയിലാവുകയും ചെയ്തില്ല. അവരുടെ ഉപമ തീ കത്തിച്ചയാളുടെ ഉപമയെപ്പോലെയാണ്. അയാൾക്ക് ചുറ്റും അത് പ്രകാശിതമായപ്പോൾ അള്ളാഹു അവരുടെ വെളിച്ചത്തെ എടുത്തുമാറ്റി. ഒന്നും കാണാനാവാത്തവരായി ഇരുളുകളിൽ അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. ബധിരരും ഊമകളും അന്ധരുമാണവർ. അതിനാൽ അവർ തിരിച്ചു വരികയില്ല. അല്ലെങ്കിൽ ആകാശത്തു നിന്നുള്ള പേമാരിയെപ്പോലെ അതിൽ ഇരുളുകളും ഇടിയും മിന്നലുമുണ്ട്. ഇടിഗർജനത്താൽ മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുകുന്നു. അവിശ്വാസികളെ വലയം ചെയ്യുന്നവനുമാണ് അല്ലാഹു. മിന്നൽ പിണർ അവരുടെ കാഴ്ചകളെ റാഞ്ചി എടുക്കുമാറാകുന്നു. അത് അവർക്കായി പ്രകാശിക്കുമ്പോഴെല്ലാം അവരതിൽ നടന്നു പോകും. അത് അവർക്ക് മേൽ ഇരുളുമ്പോഴെല്ലാം അവർ നിന്നു പോവുകയും ചെയ്യും. അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചകളും എടുത്തു കളയുക തന്നെ ചെയ്യുമായിരുന്നു. കാര്യങ്ങൾക്കെല്ലാം കഴിവുള്ളവനാണ് അള്ളാഹു, തീർച്ച. മുനാഫിക്കുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവർ അടക്കമുള്ള നിഷേധികളെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണത്തിലേക്ക് വരികയാണ് ഖുർആൻ. സന്മാർഗം നൽകി ദുർമാർഗം വാങ്ങിയവരാണവർ എന്ന നിരീക്ഷണം. ദുർമാർഗം സ്വീകരിച്ചവരാണവർ എന്ന് പറഞ്ഞാൽ പോരെ. സന്മാർഗം നൽകി ദുർമാർഗം വാങ്ങി എന്ന് പറയണമെങ്കിൽ അവരുടെ കയ്യിൽ ആദ്യം സന്മാർഗം ഉണ്ടാകേണ്ടതല്ലേ? നിഷേധികളുടെ കൈകളിൽ എവിടുന്നാണ് സന്മാർഗം? സന്മാർഗം ആത്മാവിൽ ആവേശിച്ചുകൊണ്ട് ജനിക്കുന്നവരാണ് എല്ലാവരും. മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുകയും പടച്ചവന്റെ രക്ഷാകർതൃത്വത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 7-ാം അധ്യായം 172 വാക്യം. കുഞ്ഞുങ്ങളെല്ലാം ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തതായി കാണാം. ജന്മനായുള്ള മനുഷ്യരുടെ ഈ ശുദ്ധ പ്രകൃതിയെക്കുറിച്ചാണ് അള്ളാഹു ഏതൊരു പ്രകൃതിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചുവോ ആ പ്രകൃതിയുടെ മതമെന്ന് 30-ാം അധ്യായത്തിലെ 30-ാം വാക്യത്തിലൂടെ പറഞ്ഞതെന്ന് അതേ ഹദീസിൽ തന്നെ നിവേദകൻ സൂചിപ്പിക്കുന്നുമുണ്ട്. ഈ ശുദ്ധ പ്രകൃതി ഉണ്ടായത് ആദമിന്റെ മുതുകിൽ നിന്നുള്ള മനുഷ്യർ മുഴുവൻ നിർവഹിച്ച അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തെക്കുറിച്ച് സാക്ഷ്യത്തിൽ നിന്നാണെന്ന് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹും പറഞ്ഞതായുള്ള സ്വഹീഹായ നിവേദനം അബൂദാവൂദിന്റെ സുനനിലുണ്ട്. സന്മാർഗം എല്ലാവർക്കും ജന്മനാ ലഭിക്കുന്നതാണെന്നാണ് ഇതിനർത്ഥം. പടച്ചവന്റെ ദാനമായി ജന്മസിദ്ധമായി ലഭിച്ച ഹിദായത്തിനെ സത്യാന്വേഷണത്തിലൂടെ വളർത്തി വലുതാക്കേണ്ടതിന് പകരം അത് നൽകി സത്യനിഷേധത്തിലൂടെ ദുർമാർഗം വാങ്ങിയവരാണ് എല്ലാ വിശ്വാസികളും, വിശേഷിച്ച് കപടവിശ്വാസികൾ. അള്ളാഹു സൗജന്യമായി നൽകിയ സന്മാർഗത്തെ നൽകി പകരം ദുർമാർഗത്തെ വിലക്കെടുത്ത കപടന്മാർ കരുതുന്നത് തങ്ങൾക്ക് ലഭിച്ചത് വലിയ ലാഭമാണെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കുന്നത് വഴി ജൂതന്മാരുടെ കൂട്ടുകാരാവാം. അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭങ്ങളെല്ലാം നേടാൻ കഴിയും. മുസ്ലിം സമൂഹത്തോടൊപ്പം നിന്ന് അവരിൽ നിന്നുള്ള നേട്ടങ്ങളും സ്വന്തമാക്കാം. തങ്ങൾ ലാഭകരമെന്ന് കരുതുന്ന ഈ ഇരുമുഖ നർത്തനം യഥാർത്ഥത്തിൽ നഷ്ടക്കച്ചവടമാണ്. ഇഹലോകത്ത് നിന്നയും മരണാനന്തരം വലിയ നഷ്ടവുമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത്. അവർ ആഗ്രഹിച്ചിടത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. സന്മാർഗത്തിലെത്താൻ അവർക്ക് തെല്ലും കഴിയുകയുമില്ല. എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ നഷ്ടത്തിലാണവർ. സന്മാർഗം നൽകി ദുർമാർഗം വാങ്ങിയവരെ കുറിച്ച് 2 ഉപമാലങ്കാരങ്ങളാണ് 17 മുതൽ 20 വരെയുള്ള 4 വചനങ്ങളിലുള്ളത്. ഖുർആനിലെ ഉപമാലങ്കാരങ്ങൾ ദൈവവചനങ്ങളിലെ അധ്യാപകനെ അടയാളപ്പെടുത്തുന്നു. ചെറിയൊരു ഉപമയിലൂടെ ദീർഘമായി ഉപന്യസിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന അധ്യാപകൻ. രൂപകങ്ങളിലൂടെ പഠിപ്പിക്കുന്നയാൾ പഠിതാവിന്റെ മനസ്സിൽ കൃത്യമായ ചിത്രങ്ങൾ കോറിയിടുന്നു. ചിത്രങ്ങളിലൂടെയുള്ള വർത്തമാനമാണ് ഉപമാലങ്കാരം എന്ന് പറയാം. അത് ആശയങ്ങളെ പദങ്ങളിലൂടെയല്ല
ചിത്രങ്ങളിലൂടെ സംവേദനം ചെയ്യുന്നു. പഠിതാവിൻ്റെ മനസ്സിൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളാണ് രൂപകങ്ങളിൽ നാം കാണുക. പക്ഷേ സംവേദനം ചെയ്യപ്പെടുന്ന ആശയം വാക്കുകളിലല്ല, അവയുണ്ടാക്കുന്ന ചിത്രങ്ങളിലാണ് കുടിയിരിക്കുന്നത്. രൂപകങ്ങളിലൂടെ ഖുർആൻ വരച്ചു കാണിക്കുന്ന ചിത്രങ്ങൾ വിശദീകരിക്കുവാൻ ഏറെ പുറങ്ങൾ വേണ്ടിവരും. ദൈവവചനങ്ങളുടെ സൗന്ദര്യമാണ് ഈ രൂപകങ്ങളിലെല്ലാം ആസ്വാദകർക്ക് കാണാൻ കഴിയുക. അവർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനായാണ് ജനങ്ങൾക്ക് അള്ളാഹു ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നത് എന്ന ഖുർആൻ ഒന്നിലധികം തവണ പറയുന്നുണ്ട്. 14-ാം അധ്യായത്തിലെ 25-ാം വാചകത്തിലൂടെയും 59-ാം അധ്യായത്തിലെ 21-ാം വാചകത്തിലൂടെയും. കപടന്മാരടക്കമുള്ള സത്യനിഷേധികളുടെ ഉപമ തീ കത്തിച്ചയാളുടെ ഉപമയെപ്പോലെയാണെന്ന ആമുഖത്തോടെയാണ് രൂപക വിവരണം തുടങ്ങുന്നത്. വിവരിക്കുന്നത് തീ കത്തിച്ചയാളുടെ ഉപമയല്ല, നിഷേധികളുടെ ഉപമയാണ്. പക്ഷേ അത് തീ കത്തിച്ചയാളുടെ ഉപമയെപ്പോലെയാണ്. ആരാണ് ഈ തീ കത്തിച്ചയാൾ? അതറിയാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി നിവേദനം ചെയ്ത നബി വചനം വായിച്ചാൽ മതി. എന്റെയും ജനത്തിന്റെയും ഉപമ തീ കത്തിച്ച ഒരാളെ പോലെയാണ്. ചുറ്റുപാടും പ്രകാശം പരത്തിയപ്പോൾ പ്രാണികളും ഈച്ചകളും അതിൽ വന്ന് വീഴാൻ തുടങ്ങി. അയാൾ അവയെ തടയാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവ അയാളെ തള്ളിമാറ്റിക്കൊണ്ട് തീയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതേപോലെ ഞാൻ നിങ്ങളുടെ അരക്ക് പിടിച്ച് തീയിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളാവട്ടെ അതിൽ പതിക്കണമെന്നാണ് വാശി പിടിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തീ കത്തിച്ചയാൾ. കത്തിച്ചതിൻ്റെ ലക്ഷ്യം ചുറ്റുമുള്ളവർക്ക് വെളിച്ചം നൽകുകയാണ്. പക്ഷേ പാറ്റകൾ വെളിച്ചത്തിലൂടെ നടക്കുകയല്ല, തീയിൽ വന്ന് വീണ് നശിക്കുകയാണ് ചെയ്യുന്നത്. അവയെ രക്ഷിക്കാനായി കത്തിച്ചയാൾ തന്നെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളെ കേൾക്കാൻ പാറ്റകൾ ഒരുക്കമല്ല. തീയിൽ വീണാൽ തങ്ങൾക്ക് നാശമാണെന്നറിയാതെ കുതിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അരക്ക് പിടിച്ച് രക്ഷപ്പെടുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വാശി പിടിച്ച് തീയിലേക്ക് പതിക്കുകയാണ് മനുഷ്യർ. 17-ാം വചനത്തിലുള്ള രൂപകത്തിലെ തീ കത്തിക്കുന്ന മനുഷ്യനെ മനസ്സിൽ കാണുക. മക്കയിലെ ഹിറാ ഗുഹയിൽ നിന്ന് കത്താൻ ആരംഭിച്ചതാണ് ആ തീ, ദിവ്യ സന്ദേശങ്ങളുടെ തീ. അത് കത്തിയതോടെ സ്വാഭാവികമായും അദ്ദേഹത്തിന് ചുറ്റും പ്രകാശമുണ്ടായിട്ടുണ്ട്. ദിവ്യബോധനത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും പ്രകാശം അദ്ദേഹത്തിന് ചുറ്റും പ്രകാശിതമായി എന്നത് അള്ളാഅത്തിന്റെ പരിഭാഷയാണ്. വൗഇൽ നിന്നാണ് ളിയാഉം അള്ളാഅത്തുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. നൂറും വൗഉം തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തേത് കേവല പ്രകാശവും രണ്ടാമത്തേത് ചൂടോടുകൂടിയ വെളിച്ചവുമാണ് എന്നതാണ്. തീ കത്തിച്ചാൽ ചുറ്റും പരക്കുന്ന പ്രകാശത്തിന് ചൂടുണ്ടാകുമല്ലോ. പ്രസ്തുത പ്രകാശത്തിലൂടെ നോക്കുമ്പോൾ കത്തിച്ചയാളെ കൃത്യമായി കാണേണ്ടതാണ്. പക്ഷേ അത് കാണണമെങ്കിൽ കാണുന്നവരുടെ കണ്ണുകളിൽ വെളിച്ചമുണ്ടാവണം. സത്യനിഷേധം കഠിനമായപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് അള്ളാഹു ആ വെളിച്ചത്തെ പിൻവലിച്ചു. അത് പ്രകൃതിയുടെ രീതിയാണ്. ഒരാൾ കാണുകയില്ല എന്ന് തീരുമാനിച്ച് കണ്ണിന്മേൽ മൂടിയിട്ടാൽ കുറെ കാലം കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയില്ലാതെയാവും. കാതിന് സ്ഥിരമായി മൂടിയിട്ടാൽ കേൾവിശക്തി നശിക്കും. ഇന്ദ്രിയങ്ങളും തലച്ചോറും തമ്മിലുള്ള സംവേദനം ഇല്ലാതാകുന്നത് കൊണ്ടാണിത്. സത്യം കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഹൃദയത്തിന്റെ കണ്ണിന് മൂടിയിട്ടാൽ മനസ്സിന്റെ കാഴ്ച നശിക്കും. അതാണ് ഈ രൂപകത്തിലെ അന്ധന്മാർ. ഈ രൂപകത്തിലൂടെ തീ കത്തിച്ചയാളെ നമുക്ക് കാണാം. അയാൾക്ക് ചുറ്റും ചൂടോടെയുള്ള പ്രകാശമുണ്ട്. ആ പ്രകാശത്തിലൂടെ പലരും നടക്കുന്നുമുണ്ട്. പക്ഷേ നടക്കുന്നവരുടെ കണ്ണുകളിൽ വെളിച്ചമില്ല. അതിനാൽ കാണേണ്ടത് അവർ കാണുന്നുമില്ല. അവർക്ക് കത്തിച്ചയാളെ കാണാനേ കഴിയുന്നില്ല. അയാളെ അവർക്ക് മനസ്സിലാകുന്നില്ല. ഹൃദയത്തിന്റെ കണ്ണു തുറക്കാൻ സന്നദ്ധമാകാത്തിടത്തോളം അവർക്ക് അയാളെ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കാണാനാവാത്തവരായി അവർ അന്ധകാരങ്ങളിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. വെളിച്ചം അവർക്ക് നടുവിൽ തന്നെ ഉണ്ടായിട്ടും ആ വെളിച്ചത്തെ അനുഭവിക്കാനാകാതെ ഇരുളുകളിൽ കഴിയാൻ വിധിക്കപ്പെട്ട നിർഭാഗ്യവാന്മാർ, അത്യുഗ്രം പ്രകാശത്തിനു നടുവിൽ കണ്ണു കാണാതെ അലയുന്നവർ. ഈ രൂപകത്തിൽ
അനുവാചകർക്ക് അവരെ കാണാം. സന്മാർഗത്തിന് പകരമായി ദുർമാർഗത്തെ വാങ്ങിയവരെ കുറിച്ച സുന്ദരമായ രൂപകം. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു ജൂതന്മാർ. അവരുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് മറ്റു മദീനക്കാരും അത്തരമൊരു വെളിച്ചം പ്രതീക്ഷിച്ചിരുന്നു. ആ വെളിച്ചം അവർക്കിടയിൽ വന്ന് പ്രശോഭിച്ചപ്പോൾ അത് കണ്ടവർക്ക് തങ്ങൾ പ്രതീക്ഷിച്ച വെളിച്ചം തന്നെയാണിതെന്ന് മനസ്സിലായി. പലരും അതിനെ പുൽകി. എന്നാൽ അത് സ്വീകരിക്കാൻ മുന്നിലുണ്ടാവേണ്ടിയിരുന്നത് തങ്ങളുടെ വേദങ്ങളിലൂടെ ആ വെളിച്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരായിരുന്നു. എന്നാൽ അത് സ്വീകരിക്കാൻ മുന്നിലുണ്ടാവേണ്ടിയിരുന്നത് തങ്ങളുടെ വേദങ്ങളിലൂടെ ആ വെളിച്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരായിരുന്നു. എന്നാൽ അത് കാണേണ്ടതില്ലെന്നാണ് അവർ തീരുമാനിച്ചത്. കപടന്മാരുടെ പ്രധാന പ്രചോദനവും അവരായിരുന്നു. ഹൃദയത്തിലെ നിഷേധം അവരെ അന്ധരാക്കി. നിഷേധം കാരണം അവരുടെ കാഴ്ചയെ അള്ളാഹു എടുത്തു കളഞ്ഞു. കേൾക്കാൻ സന്നദ്ധമല്ലാത്തതിനാൽ അവർ ബധിരരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതനാണെന്ന് തങ്ങൾക്കറിയാവുന്ന വേദസത്യം പറയാൻ തയ്യാറല്ലാത്തതിനാൽ അവർ ഊമകളാണ്. തെളിവുകളാൽ പ്രശോഭിച്ചു നിൽക്കുന്ന അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിലൂടെ അവതരിച്ച വേദത്തെയും കാണാൻ അഹങ്കാരം സമ്മതിക്കാത്തതിനാൽ അന്ധരുമാണവർ. അതുകൊണ്ട് തന്നെ സത്യത്തിലേക്ക് അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കരുത്. കണ്ണും കാതും പൂട്ടുകയും തങ്ങൾക്കറിയാവുന്ന സത്യം തുറന്നു പറയാതെ മറച്ചു വെക്കുകയും ചെയ്യുന്നവർ പിന്നെ എങ്ങനെ തിരിച്ചു വരാനാണ്? കപടവിശ്വാസികളെ കുറിച്ച രണ്ടാമത്തെ ഉപമാലങ്കാരവും അതിസുന്ദരമാണ്. പ്രതീക്ഷയുമായി എത്തുന്നതാണ് പേമാരി. അത് മണ്ണിനെ തരളിതമാക്കും, മരുഭൂമിയെ പച്ചപ്പുള്ളതാക്കി തീർക്കും, വരണ്ട മണ്ണിനെ ആർദ്രതയുള്ളതാക്കി മാറ്റും. ചെടികൾ പൂക്കും, കൃഷി വളരും, കായ്കനികൾ സമൃദ്ധമാവും. ആകാശത്ത് നിന്നെത്തുന്ന ദിവ്യവചസ്സുകളായ പേമാരിയുടെ സ്ഥിതിയും അങ്ങനെ തന്നെ. വരണ്ട മനസ്സുകളെ ആർദ്രമാക്കാനുള്ളതാണ് അത്. അധാർമിക ജീവിതത്തിന്റെ സൈകത ഭൂമിയെ ധാർമ്മികതയുടെ ഹരിതാപ പുതപ്പിക്കാൻ ശേഷിയുള്ള വഹയിന്റെ പേമാരി. അതുവഴി സമൂഹത്തിൽ നന്മകളുടെ പൂക്കൾ വിരിയും, മാനവ സേവയുടെ കായ്കനികൾ സമൃദ്ധമാവും. പക്ഷേ അതോടൊപ്പം തന്നെ ഇരുളുകളുമുണ്ട്. പേമാരിയോടൊപ്പമുള്ള ഇരുളുകൾ. പേമാരി ഉണ്ടാവുമ്പോഴെല്ലാം ആ ഇരുളുകളുടെ ആളുകളും ഉണ്ടായിരുന്നു. അവർക്ക് പേമാരിയെ വെറുപ്പാണ്. അതോടൊപ്പം ഉണ്ടാവുന്ന ഇടിയും മിന്നലും അവരെ ഭയപ്പെടുത്തുന്നു. ദൈവിക ബോധത്തോടൊപ്പം സന്തോഷ വാർത്തകളുടെ മിന്നൽ പിടറുകൾ ഉണ്ടാവാം. താക്കീതുകളുടെ ഇടിമുഴക്കവും അതോടൊപ്പം സ്വാഭാവികമാണ്. ഇരുട്ടിന്റെ വക്താക്കൾക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് താക്കീതുകളുടെ ഇടിമുഴക്കം. അതവർക്ക് കേൾക്കുകയേ വേണ്ട. താക്കീതുകളുടെ ഇടിഗർജനം തുടങ്ങുന്നത് മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മരണം അവർക്ക് തീരെ ഇഷ്ടമല്ല. താക്കീതുകൾ കേൾക്കുമ്പോൾ മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുകുന്നവരാണവർ. അവർക്കത് കേൾക്കുകയേ വേണ്ട. വിരലറ്റം മാത്രമല്ല, വിരൽ മുഴുവനായാണ് മരണഭയത്താൽ അവർ കാതുകളിലേക്ക് തിരികെ കയറ്റുന്നത്. സത്യനിഷേധികൾ മുന്നറിയിപ്പുകളെ എത്രത്തോളം വെറുക്കുന്നുവെന്നും മരണത്തെ എത്രത്തോളം ഭയപ്പെടുന്നുവെന്നും ഈ പ്രയോഗം വരച്ചു കാണിക്കുന്നു. എത്ര വെറുത്താലും അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. സമയമെത്തുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ ആത്മാവുമായി പറന്നു പോകും. അള്ളാഹു അവരെ വലയം ചെയ്യുക തന്നെ ചെയ്യും. അവന്റെ മരണവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല, തീർച്ച. മേഘനാഥങ്ങളെ ഭയന്ന് മഴയെ വെറുക്കുന്ന നിഷേധിയുടെ ചിത്രം എത്ര ഭംഗിയായാണ് ഈ വചനങ്ങളിൽ കോറിവെച്ചിരിക്കുന്നത്. അന്നും ഇന്നുമുള്ള നിഷേധികളെല്ലാം ഈ രൂപകത്തിൽ ഒരേപോലെ പ്രതിഫലിക്കപ്പെട്ടിരിക്കുന്നു. സർവകാലികമാണ് ഖുർആനിന്റെ സൗന്ദര്യം. മഴയോടൊപ്പം ഇടിനാദം മാത്രമല്ല, മിന്നൽ പിണർ കൂടിയുണ്ട്. ദൈവിക ബോധനത്തിന്റെ പേമാരിയോടൊപ്പം സന്തോഷ വാർത്തകളുടെ മിന്നൽ പിടരുകളുമുണ്ട്. ഇഹലോകത്തെ വിജയത്തെക്കുറിച്ച സന്തോഷ വാർത്തകൾ, മരണാനന്തരം ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ച സത്വർത്തമാനങ്ങൾ,
ഏതൊരു അവിശ്വാസിയുടെയും കണ്ണുകളെ റാഞ്ചിയെടുക്കുവാൻ ശേഷിയുള്ളവയാണ് ആ സന്തോഷ വർത്തമാനങ്ങൾ. ആരുടെയും ഹൃദയങ്ങൾ മോഹിച്ചു പോകുന്ന സത്വാർത്തകൾ, ശാന്തിയും സമാധാനവുമുള്ള ഇഹലോക ജീവിതം, ദൈവസാമീപ്യവും സംതൃപ്തിയും കാരുണ്യത്തിന്റെ പൂർണ്ണതയും ഒഴുകുന്ന മരണാനന്തര ജീവിതം, അവയെക്കുറിച്ച് പറയുന്ന ദൈവിക ബോധനങ്ങൾ ആരുടെ മനസ്സിനെയാണ് സ്വാധീനിക്കാതിരിക്കുക? അവിശ്വാസികളുടെ കണ്ണുകളെപ്പോലും റാഞ്ചിക്കൊണ്ടു പോകാൻ പോകുന്നതാണ് സദ്വാർത്തകളുടെ മിന്നൽ പിണറുകൾ. അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോഴെല്ലാം അതിലേക്ക് അല്പമെല്ലാം അവർ ആകൃഷ്ടരാകും. മിന്നൽ പിണർ അവർക്കായി പ്രകാശിക്കുമ്പോൾ അവർ അതിലൂടെ നടന്നു പോകും. പക്ഷേ അവരുടെ മനസ്സിലെ ഇരുട്ട് ഏറെ നടക്കാൻ അവരെ അനുവദിക്കില്ല. അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത അവർക്കകത്തെ അഹങ്കാരത്തിന്റെ ഇരുട്ട് തന്നെയാണ് ജയിക്കുക. മിന്നൽ പിണറിന്റെ വെളിച്ചത്തിലൂടെ ഏറെയൊന്നും നടക്കാൻ അവർക്ക് കഴിയില്ല. സ്വന്തം മനസ്സിലെ ഇരുട്ട് ജയിക്കുമ്പോൾ അവർ നിന്നുപോകും. അവർ കേട്ട മേഘനാദങ്ങൾ വെറുതെ, അവർ കണ്ട മിന്നൽ പിണറുകളും വെറുതെ. പിന്നെ എന്തിനാണ് അവർക്ക് കേൾവികളും കാഴ്ചകളും? താക്കീതുകളുടെ ഇടിമുഴക്കങ്ങൾ കേൾക്കാനാവാത്ത കേൾവിയും, സന്തോഷവാർത്തകളുടെ മിന്നൽ പിണറുകൾ കാണാനാവാത്ത കാഴ്ചകളും എടുത്തു കളയുവാൻ അള്ളാഹുവിന് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ തങ്ങളുടെ അന്ധതയും ബധിരതയുമായി കഴിയുവാൻ അള്ളാഹു അവരെ അയച്ചു വിട്ടിരിക്കുകയാണ്. അവരെ അയച്ചു വിട്ടത് അതാണ് ഇഹലോകത്തെ അവന്റെ രീതി എന്നതുകൊണ്ടാണ്. അത് അവന്റെ കഴിവുകേടാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാര്യങ്ങൾക്കെല്ലാം കഴിവുള്ളവനാണ് അള്ളാഹു, തീർച്ച.